ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധ്യമാവുന്ന രണ്ട് സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. നിഷ എന്ന് പറഞ്ഞ സുഹൃത്താണ് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചത് നല്ലൊരു സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമോ എന്നുള്ളതിനെക്കുറിച്ച്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാവുന്ന ഏറ്റവും നല്ല രണ്ട് സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനുകളാണിത്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളും പല ഫീച്ചേഴ്സുകളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മുടെ മൊബൈൽ വഴി ലഭ്യമാകുന്ന സ്ക്രീൻഷോട്ടിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകളും കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഓരോ ആപ്ലിക്കേഷനും പ്രത്യേകതകളും അത് എന്തെല്ലാമാണ് നമുക്ക് കൂടുതലായിട്ട് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യമാകും ഓട്ടോമാറ്റിക് സ്ക്രോൾ, സ്പീഡ് മോഡ്, അതുപോലെ തന്നെ മാനുവൽ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധ്യമാക്കും. അതിൽ ഓട്ടോ സ്ക്രോൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണോ എന്താണോ നിങ്ങൾ ലോങ് ആയിട്ട് കാണുന്ന ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട്, ക്യാൻസൽ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധ്യമാകും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ വാട്സപ്പിലെ കുറച്ച് ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് തന്നെ വരുന്നതായിട്ട് കാണാൻ സാധ്യമോ അത് എത്ര നീളത്തിലുള്ളതായിരുന്നാലും ശരി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലിയ വെബ്സൈറ്റുകളിലും മറ്റുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധ്യമാകും. അതുപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമില്ലാത്ത കളയാനും മറ്റുമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധ്യമാകും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് മോഡിലും അതുപോലെ തന്നെ മാനുവൽ ക്യാപ്ചറും മറ്റുമൊക്കെ എടുക്കുവാൻ സാധ്യമാകും നല്ലൊരു സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷൻ തന്നെയാണിത്. അതുപോലെ തന്നെ ഇമേജസുകളും മറ്റുമൊക്കെ ചേർത്തുകൊണ്ട് ജോയിൻ ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. എന്നാൽ ചില ഫോണുകളിൽ ഓട്ടോ സ്ക്രോളിംഗ് ആപ്ലിക്കേഷനുകൾ ഓട്ടോ സ്ക്രോൾ എന്ന് പറയുന്ന ഫീച്ചർ കാണുകയില്ല. ഏകദേശം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ മാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഷേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധ്യമാകും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി നമുക്ക് മീഡിയം ആണോ, ലോ ആണോ, ഹൈ ആണോ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെബ് ക്യാപ്ചറുകളും മറ്റുമൊക്കെ എടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോട്ടോസുകളും മറ്റുമൊക്കെ ജോയിൻ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോട്ടോസുകളും മറ്റുമൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധ്യമാകും. നിങ്ങൾ ചെയ്യേണ്ടത് ടേൺ ഓൺ സ്ക്രീൻ ക്യാപ്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധ്യമാകും. നിങ്ങൾ ഫോണിൽ എന്ത് യൂസ് ചെയ്താലും ആ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധ്യമാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഫോണിൻ്റെ ഏത് സ്ഥലത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗത്ത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുവാനോ വരയ്ക്കുവാനും ഒക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധ്യമാകും. അതുപോലെ തന്നെ സ്റ്റിക്കർ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ക്രോപ്പ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനും പ്രത്യേകം ഫീച്ചേഴ്സുകളാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ഏത് ഫീച്ചറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനാണ് വേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.